കാലിന്റെ മുട്ടിന് നല്ല വേദനയായിരുന്നു. ഇരുന്നോടത്തിന്ന് എണിക്കാനേ ഇങ്ങനെ എണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നടുവിനും ഉണ്ടായിരുന്നു വിഷമങ്ങള്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ സാറ് ചികിത്സ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ ചെരിഞ്ഞ് ചെരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നേരൊക്കെയായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാനിരിക്കണേ. ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. മുട്ടുവേദന ഉള്ള ആളുകൾ ഇവിടെ വന്ന് ചികിത്സിക്കണം, മാറ്റണം. ഈ വേദന തിന്ന് നമ്മൾ എത്രയോ കാലം അങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ എത്രയും വേഗം വന്ന് ചികിത്സിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒത്തിരി സ്ഥലത്ത് പോയി ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉള്ള അത്രയും ആശ്വാസം എനിക്ക് എവിടെ പോയിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാതെ എനിക്ക് എണിക്കാൻ പറ്റില്ലായിരുന്നു. ഏതാണ്ട് ഒരു 10-12 വർഷമെങ്കിലും കഴിഞ്ഞുണ്ടാവും പിടിക്കാതെ ഇപ്പം എണീറ്റത്. അതിനു മുമ്പേ എങ്ങനെ എണീറ്റിട്ടുള്ളൂ. അതിന് ശേഷം എനിക്ക് പിന്നെ എങ്ങനെ എണീക്കാൻ പറ്റിയിട്ടില്ല. ഒരു 10-12 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. എനിക്കിങ്ങനെ പിടിക്കാതെ ഞാൻ എവിടെയെങ്കിലും പിടിച്ചിട്ടാണ് എണീക്കണേ, അല്ലാതെ എനിക്ക് എണീക്കാൻ പറ്റില്ലായിരുന്നു. പിടിക്കാതെ എണീറ്റത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ്. ഓ, പണ്ടേ വരേണ്ടതായിരുന്നു. എനിക്ക് ഇത്രയും വേദന എനിക്ക് തിന്നേണ്ടി വരില്ലായിരുന്നല്ലോ. അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും അതിനു മുമ്പ് വരേണ്ടതായിരുന്നു, നേരത്തെ വരേണ്ടതായിരുന്നു. വൈകിപ്പോയി. അത് അറിഞ്ഞില്ലായിരുന്നു. ഞാനിതുപോലെ മൊബൈലിൽ കണ്ടപ്പോഴാണ് അത് കണ്ടു വന്നത്. നേരത്തെ കണ്ടതായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ.